പെരപ്പണിയൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം വീടിന്റെ മുമ്പില് ചുവന്ന കളറിലുള്ള 2 റോസാപ്പൂവിന്റെ കൊമ്പ് കൊടുന്നിട്ട് കുഴിച്ചിടുക. 65 റുപ്യക്ക് വാങ്ങാൻ കിട്ടും. 65 റുപ്യക്ക് 2 ചുവന്ന റോസാപ്പൂവിന്റെ കൊമ്പ് വാങ്ങിയിട്ട് വീടിന്റെ മുമ്പിൽ കൊടുന്ന് കുഴിച്ചിടുമ്പോ മനസ്സിൽ കരുത, പടച്ചോനെ, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയർപ്പിന് ചുവന്ന റോസാപ്പൂവിന്റെ ഗന്ധമാണുണ്ടായിരുന്നതെന്ന് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു തന്റെ ശമായിലിൽ ഉദ്ധരിച്ചത് കൊണ്ടാണ് ഞാൻ എൻ്റെ പേരന്റെ മുമ്പിൽ ചുവന്ന റോസാപ്പൂവിന്റെ കൊമ്പ് കുഴിച്ചിടുന്നത് എന്ന് നിയത്തിയ ഇബാത്താക്കി മാറ്റാം. ഒരിക്കൽ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വന്നു. ഉച്ച സമയത്തായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ മുൻവശത്തെ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. വീടിന്റെ വാതിൽ തുറക്കുന്നത് വരേക്കും വെയില് കൊള്ളാതിരിക്കാൻ വേണ്ടി നബി തങ്ങൾ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ മുന്നിലുണ്ടായിരുന്ന ഒരു മരച്ചോട്ടിലിരുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വാതിൽ തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവും കൂടെ ഉണ്ടായിരുന്നു. വെയില് കൊള്ളാതിരിക്കാൻ വേണ്ടി മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരത്തിന്റെ താഴ്ഭാഗത്തിരിക്കുന്നത് അവർ കണ്ടു. അന്ന് മുതൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ആ മരത്തിന്റെ താഴ്ഭാഗത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വെള്ളമൊഴിച്ചു കൊടുക്കുമായിരുന്നു. മഹാനായ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ആളുകൾ ചോദിച്ചു, അല്ലയോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഈ മുറ്റത്ത് ധാരാളം മരങ്ങൾ ഉണ്ടായിട്ടും ഈ മരത്തിനു മാത്രം നിങ്ങൾ എന്താണ് വെള്ളമൊഴിച്ചു കൊടുക്കുന്നത്? മഹാനവറുകൾ പറഞ്ഞു, അള്ളാന്റെ റസൂൽ ഈ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മരത്തിന്റെ താഴ്ഭാഗത്തിരിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്റെ ജീവിതകാലത്ത് ഈ മരം ഉണങ്ങിപ്പോകുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഇങ്ങനെയാണ് ഈ ഭാഗത്തുകൾ. എന്ത് കാര്യം നമുക്ക് അള്ളാഹുവിന്റെ റസൂലിലേക്ക് കണക്ട് ചെയ്യാൻ കഴിയോ അത് വിജയിക്കും. ഈ ലോകത്ത് വിജയിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് മുഴുവനും മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് വിജയിക്കുന്നത്. എന്ത് കാര്യം നബിതങ്ങളിലേക്ക് കാണും. ഇപ്പൊ നമ്മളൊക്കെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോയ ആൾക്കാര് കഅബന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ തവാഫ് ചെയ്യണുണ്ടാവും. ഈ സാഹചര്യത്തിൽ പറയാൻ പറ്റണ ഏറ്റവും നല്ല വിഷയം ഹജ്ജ് ആയതുകൊണ്ടാണ് ഞാൻ എങ്ങനെ പോയാലും അങ്ങോട്ട് തന്നെ വരുന്നത് എന്ന് പറയാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വിഷയം അത് തന്നെയാണ്. നമ്മളെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോയെന്നൊരു കഅബന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ തവാഫ് ചെയ്യണുണ്ടാവും. ആ കഅബ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ടാക്കിയതാണ്. അതിന്റെ മുന്നേ കഅബണ്ട്, അത് മലക്കുകൾ ഉണ്ടാക്കിയതായിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബുൽ ബശറായ ആദം നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഒന്നുമില്ല. ഈ ടൈൽസും അങ്ങനെ കുറെ സമയം നിന്നപ്പോഴേ കാലിനൊരു പ്രശ്നം. അപ്പൊ ചെരുപ്പിട്ടതാണ്. ഞാൻ വിചാരിച്ചങ്ങാണ്ട് ഇങ്ങനെ എന്നാലും ഇപ്പൊ എന്തിനാ മൂപ്പര പോയതെന്ന് ഇങ്ങനെ ആലോചിക്കണ്ട. മനസ്സിങ്ങനെ ഇങ്ങോട്ട് കിട്ടിയാലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ കഅബനെ പറ്റി പറഞ്ഞതാണ്. കഅബ ഇബ്രാഹിം നബി ഉണ്ടാക്കിയതാണ് കഅബ. ഇതിന്റെ മുമ്പ് ഈ കഅബ മലക്കുകളാണ് ഉണ്ടാക്കിയത്. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്താണെന്നും അഭിപ്രായമുണ്ട്, അതിന്റെ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും അഭിപ്രായമുണ്ട്. എന്തായാലും മലക്കുകൾ ഉണ്ടാക്കിയ കഅബയെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുനർനിർമ്മിച്ചു. അതിന് മുമ്പ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് വെള്ളപ്പൊക്കത്തിൽ ആ കഅബ നശിപ്പിച്ചു. ആരാ നശിപ്പിച്ചത്? അല്ലാഹു തആല. ആദ്യം കഅബ ഒഴിച്ചത് അല്ലാഹ് തന്നെയാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് എല്ലായിടത്തും വെള്ളം കയറിയപ്പോൾ ആ സ്ഥലം മാത്രം ഒഴിവാക്കിയാൽ മതിയായിരുന്നില്ലേ?
അത് കുഴപ്പമില്ല, അത് പൊളിഞ്ഞോട്ടെ, അത് മലക്കുകൾ ഉണ്ടാക്കിയതല്ലേ, പൊളിഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ല. എന്നാലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ടാക്കിയ കഅബ പൊളിക്കാൻ വേണ്ടി അബ്രഹത്ത് രാജാവ് ആനപ്പടയുമായി വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്രഹത്തിനെയും ആനപ്പടയെയും പൊളിച്ചു, കഅബ പൊളിക്കാൻ അയച്ചില്ല. മലക്കുകൾ ഉണ്ടാക്കിയ കഅബയെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് അല്ലാഹ് പൊളിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ടാക്കിയ കഅബ പൊളിക്കാൻ വേണ്ടി അബ്രഹത്ത് രാജാവ് വന്നപ്പോ അബ്രഹത്തിനും കൂട്ടരും പൊളിച്ചു, കഅബ പൊളിക്കാൻ അയച്ചില്ല. എന്താ രണ്ട് കഅബയും തമ്മിൽ വ്യത്യാസം? രണ്ട് കഅബയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ ഉണ്ടാക്കിയതിന് ശേഷം, അല്ല ബക്കറ്റ് പിരിവ് നടത്തണ്ട നമുക്ക്? നടത്തിക്കോളി. ബക്കറ്റ് പിരിവുണ്ട്, എല്ലാവരും കാര്യമായി ബക്കറ്റിലേക്ക് സഹായിക്കണം. പന്തലുണ്ട്, മൈക്കുണ്ട്, ക്യാമറ ഉണ്ട്, സാരിയും പൈസ ഉണ്ട്, കസാല ഉണ്ട്, അതിനൊക്കെ പൈസ വേണം. പൈസക്ക് പൈസ തന്നെ വേണം, ചിരിച്ചു കൊടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും ബക്കറ്റിക്ക് കാര്യമായിട്ടിടണം. ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ ഹസനി തങ്ങൾ കണ്ണന്തലി അവർ ഇവിടെ ദുആക്ക് വേണ്ടി വരും. നമുക്ക് നമ്മളെ മദ്രസയ്ക്ക് സ്ഥലം വാങ്ങിയിട്ടുണ്ട്, നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. നമ്മളൊക്കെ കൊടുത്തെങ്കിൽ തന്നെ കായ് ഉണ്ടാവുള്ളൂ. അല്ലാതെ ആ മദ്രസന്റെ സ്ഥലത്തിന് കായ് കൊടുത്താളി എന്നും പറഞ്ഞിങ്ങാണ്ട് നൂലുമക്കൂടെ എങ്ങനെ നോട്ടും കെട്ട് ഇറങ്ങി വരുമൊന്നുമില്ല, കൊടുത്താലേ ഉണ്ടാവുള്ളൂ. അതായത് രണ്ട് കൂട്ടം ആൾക്കാരുണ്ട് എന്നാണ്. ഒന്ന് ദാനശീലം ഉള്ളവരും ഒന്ന് ദാനശീലം ഇല്ലാത്തവരും, രണ്ട് കൂട്ടം ഉണ്ടാവും. ദാനം എന്നതൊരു ശീലമാണ്, അത് നമ്മൾ ഉണ്ടാക്കണം. ദാനം എന്നതൊരു ശീലാണ്. ആ ശീലമുള്ളവന്റെ അടുക്കൽ കൊടുക്കാൻ പൈസ ഉണ്ടാവും, ഇല്ലാത്തവന്റെ അടുത്ത് കൊടുക്കാൻ പൈസ ഉണ്ടാവില്ല. അങ്ങനെയാണ്. വെള്ളിയാഴ്ച ജുമയ്ക്ക് വരുമ്പോ രണ്ട് കൂട്ടം ആൾക്കാരുണ്ട് എന്നാണ്. വെള്ളിയാഴ്ച ജുമയ്ക്ക് വരുമ്പോ രണ്ട് കൂട്ടം ആൾക്കാരുണ്ട്. ചില ആൾക്കാരെന്ത് ചോദിച്ചാല് കീശയില് ഒരു 10ന്റെ നോട്ടും ഒരു 50ന്റെ നോട്ടും ഒരു 100ന്റെ നോട്ടും ഒരു 500ന്റെ നോട്ടും വെച്ചിങ്ങാണ്ട് വരും. അങ്ങനെ പള്ളിക്കത്ത മൂലയിൽ ഇങ്ങനെ വയലുറയും, യത്തീം കുട്ടിയുടെ കല്യാണമുണ്ട്, കാര്യമായി സഹായിക്കണം. അനൗ കാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹാക്കദാ, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമാണെന്ന് പുണ്യനബി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും കാര്യമായി സഹായിക്കണം എന്ന് പറയുമ്പോൾ പറച്ചില് കേട്ടാൽ നമുക്ക് മനസ്സിലാകും 500ന്റെ നോട്ടിനുള്ള വയലാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പൊ 500 എടുത്തു കൊടുക്കും. അല്ല, മൂപ്പര് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഒരു സാധു മനുഷ്യൻ വന്നിട്ടുണ്ട്, മൂപ്പർക്ക് എന്തോ പെരപ്പണി എന്തോ ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഒരു കത്തൊക്കെ ഉണ്ട്, പുറത്തുണ്ടാകും. പോകുമ്പോ എന്തേലൊക്കെ കൊടുത്താളി എന്ന് പറഞ്ഞാൽ മനസ്സിലായി 10ന്റെ നോട്ടിനുള്ള വയലാണ്. ഇത് മനസ്സിലാക്കി കൊടുക്കും ഒരു കൂട്ടര്. വേറൊരു കൂട്ടം ആൾക്കാരുണ്ട്, ഓലെന്താ ചെയ്യാച്ചാല് ആ പേഴ്സുള്ള കുപ്പായ ഉണ്ടാവും, അത് ആങ്കർമ തൂക്കിയിട്ട് വേറെ സ്ഥിരിട്ട ഒരു കോട്ടന്റെ കുപ്പായിട്ടിങ്ങാണ്ട് ഇങ്ങനെ വരും ജുമാക്ക്. ജുമാ കഴിഞ്ഞിട്ട് മോലേര് പിരിവിനെ പറ്റി പറയും. അപ്പോ സംഗതിയൊക്കെ ശരി തന്നെയായിരുന്നു, പക്ഷെ കുപ്പായം മാറി എന്ന് പറയും മൂപ്പര്. എന്നിട്ട് പള്ളിക്കന്ന് ഇങ്ങനെയാണ് പോകുമ്പോ പീടി കയറിയിട്ട് പറയും, നമ്മളെ പള്ളിക്ക് എല്ലാ വെള്ളിയാഴ്ചയും പിരിവന്നെയാണ് എന്ന് പറയും. മൂപ്പര് എല്ലാ വെള്ളിയാഴ്ചയും കോട്ടൻ കുപ്പായിട്ടിട്ട് തന്നെയാണ് വരല്. എന്നാലും പറച്ചിലും അല്ല ഉഷാറായിക്കാരം. ശീലമുള്ളവൻ കൊടുക്കും, അല്ലാത്തവൻ പറഞ്ഞുകൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ വ്യത്യാസം. പറയണോനുണ്ടാകും, പറയാത്തവനുണ്ടാവില്ല, അത്ര വ്യത്യാസം. അതുകൊണ്ട് ദാനം എന്നതൊരു ശീലമാണ്, അത് ഉണ്ടാക്കണം. ഞമ്മക്കുണ്ടായ പോലെ മക്കൾക്ക് ഉണ്ടാക്കണം. എങ്ങനെ മക്കൾക്ക് ഉണ്ടാക്കുക? മക്കൾക്ക് ഉണ്ടാക്കുക എങ്ങനെ വെച്ചാൽ 2 രൂപത്തിലാണ്. ഒന്ന്, നമ്മളെ വീട്ടിൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്, അപ്പൊ ഒരു സാധു മനുഷ്യൻ ഇങ്ങനെ കൊക്കി ചാടിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഡൈനിങ് ഹാളിന്റെ കർട്ടൻ നീക്കിയിട്ട് ജനലിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കുക. വലിഞ്ഞു കയറി വരുന്ന കണ്ടില്ലേ? മകനോട് പറയാം, മോനെ ഒരു ചെങ്ങായി വരുന്നുണ്ട്, മനുഷ്യന്റെ അടുത്ത് 5 പൈസ ഇല്ലാത്ത നേരത്ത് പാപ്പ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞോട്ടോ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുക. അങ്ങനെ ഇയാൾ വന്നിട്ട് ബെല്ലടിക്കുമ്പോ മോൻ ചെന്നുങ്ങാണ്ട് വാതിൽ തുറന്നുങ്ങാണ്ട് പറയും, ഇവിടെ ആരും ഇല്ല, വാപ്പ ഇവിടെ ഇല്ല എന്ന് പറയും. അയാളങ്ങനെ മടങ്ങിപ്പോകും. ഇതാണ് ഒന്ന്. രണ്ടാമത്തെ ഒന്നുണ്ട്, ഡൈനിങ് ഹാളിന്റെ കർട്ടൻ നീക്കിയിട്ട് ജനലിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കിയപ്പോ ഒരു സാധു വരുന്നുണ്ട്, അവൻ്റെ അടുത്ത് ഒന്നുമില്ല. ആകെ 5ന്റെ ഒരു കൊട്ടനുറുപ്പ്യ ഉണ്ടായിരുന്നു, അതെടുത്തു.
മകൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഒരു സാധു മനുഷ്യൻ വരുന്നുണ്ട് മോനെ, നമ്മളടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയിട്ട് വരികയാണ്. വാപ്പാൻ്റെ അടുത്ത് ഒന്നുമില്ല. വാപ്പാൻ്റെ കുട്ടി ഈ 5 ഉറുപ്പ്യാണ്ട് കൊണ്ടേ കൊടുത്തളാ, വെറും കയ്യോടെ മടക്കണത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ദാനശീലം എന്നൊരു സംഗതി ഈ രണ്ടാമത്തതാണ് പഠിപ്പിക്കേണ്ടത്. ആദ്യത്തത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, രണ്ടാമത്തെ പഠിപ്പിക്കണം. അതാണ് ദാനശീലം. ഞമ്മക്ക് ഉണ്ടെങ്കിൽ നമ്മളെ കുട്ടികൾക്കും ഉണ്ടാവും. നമ്മക്ക് ദാനശീലം ഉണ്ടായാൽ നമ്മളെ മക്കൾക്ക് ഉണ്ടാവും. മുസ്ലിം മുഅ്മിൻ സമൂഹത്തിൽപ്പെട്ട ഏതെങ്കിലും മനുഷ്യൻ സമ്പന്നനായിട്ടുണ്ടോ? ഞങ്ങളുടനല്ലേ പറയണേ. മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ സമ്പന്നനായതായി കാണാനുണ്ടോ? ഉണ്ടെങ്കിൽ ഓനോ ഓന്റെ വാപ്പേ വാപ്പാന്റെ വാപ്പേ 3 തലമുറയിൽ ഒരാൾ ധർമ്മിഷ്ഠനായിരിക്കുമെന്ന കാര്യം തീർച്ചയാണ്. അല്ലാതെ മുഅ്മിനീങ്ങൾക്ക് മുതലുണ്ടാവില്ല. മുഅ്മിനായ ഒരു മനുഷ്യന് സമ്പത്തുണ്ടായിട്ടുണ്ടെങ്കിൽ 3 തലമുറയിൽ ഒരാൾ ധർമ്മിഷ്ഠനായിരിക്കുമെന്നതാണ് അതിന്റെ കാരണം. പിന്നെ ഇതല്ലാത്തൊന്നുണ്ട്, അറബി എത്തിങ്ങാനെ ചേർന്നാലും പൈസ ഉണ്ടാവും. അതായത് മൂപ്പർക്ക് കുറച്ച് സൂപ്പർ മാർക്കറ്റും കുറച്ച് പീടിയും കുറച്ച് ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ വന്നപ്പോത്തിന് ഓൻ ഗൾഫിൽ നിന്ന് ഹുറൂജ് അടിച്ചിങ്ങോട്ട് വന്നപ്പോത്തിന് അറബി അവിടെ ഏകദേശം എത്തിങ്ങാനെ ചേരേണ്ട കോലായിട്ടുണ്ട്, മേശന്റെ അടിയിൽ കൂടെ കൈയിട്ടിട്ട്. എന്നാലും ഉണ്ടാവും, പക്ഷെ അത് നിലനിൽക്കൂല. അത് ആശുപത്രി കൊണ്ടുപോയി കൊടുക്കാൻ തികയില്ല, കടം വാങ്ങേണ്ടി വരും. അതാ വ്യത്യാസം. അപ്പൊ ദാനശീലം ഉണ്ടാക്കണം. ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്നുള്ളൂ. ദ്വാരക്കാൻ വേണ്ടി തങ്ങൾ വരുന്നുണ്ട്. തങ്ങൾ പറയും നിങ്ങളെല്ലാവരും കൊടുക്കേണ്ടി വരും, ആദ്യം തന്നെ ഒരുങ്ങിയിരുന്നോളി. പള്ളിക്ക് സ്ഥലം വാങ്ങിയിട്ടുണ്ട്, നൂലും ഇറങ്ങി വരൂല, നമ്മൾ കൊടുത്തിട്ട് തന്നെ വേണം. കിട്ടോളം പറയും, കിട്ടോളം പരിപാടി ഉണ്ടാവും. അതുകൊണ്ട് ആദ്യം തന്നെ കൊടുത്താളി. ആ പൈസ തേഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ തന്നെ ചില ആൾക്കാർ കൊടുക്കും, ചില ആൾക്കാർ കൊടുക്കാൻ പറയും. നമ്മളെ ജോലി കൊടുക്കാൻ പറയലാണ്, അത് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതൊരു ശീലമാണ്, അത് നിലനിൽക്കണം. ദാനശീലം നിലനിൽക്കണം. മദീനത്തെ പള്ളിയിലെ സയ്യിദുനാ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു പിരിച്ചിരുന്നത്. ഓരോ വക്തിനും പിരിക്കും, വെള്ളിയാഴ്ച മാത്രമല്ല. മദീനത്തെ പള്ളിയിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ആണ് പിരിച്ചിരുന്നത്. റളിയല്ലാഹു അൻഹു മഹാനവറുകളാണ് പിരിച്ചിരുന്നത്. ഓരോ വഖത്തിനും പിരിക്കുമായിരുന്നു എന്നാണ് താരീഖിൽ കാണുന്നത്. ഈ ഉമ്മത്ത് എന്ന് തുടങ്ങിയിട്ടുണ്ടോ അന്ന് പിരിച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. യാതൊരു മടിയും കാണിക്കരുത്. തരുന്നോൻ തരും, തരാത്തോൻ തരൂല. തരാത്തോൻ പറഞ്ഞുകൊണ്ടിരിക്കും, തരുന്നോൻ തന്നുകൊണ്ടിരിക്കും. തരുന്നോൻ്റെ ഇരുന്ന് വാങ്ങുക, കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുക. എന്നും പിരിക്കണം, എപ്പോഴും പിരിക്കണം, പിരിവ് നിലനിൽക്കണം. അത് ഈ ഉമ്മത്തിന്റെ, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ലോകത്തൊരുപാട് സമൂഹങ്ങളുണ്ട്. ഈ സമുദായങ്ങൾക്കിടയിൽ ദാനധർമ്മം ചെയ്യുക എന്ന ശീലം മാപ്പിളാർക്ക് മാത്രമുള്ളതാണ്, മുഅ്മിനീങ്ങൾക്ക് മാത്രമുള്ളതാണ്. നമ്മളത് നിലനിർത്തിയേ പറ്റൂ. ദാനം കൊടുക്കുക, ധർമ്മം കൊടുക്കുക എന്നുള്ള ശീലേ മുഅ്മിനീങ്ങൾക്ക് മാത്രമുള്ളതാണ്. നമ്മളത് നിലനിർത്തിയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഏത് കാലത്തും വേണം. ഒന്ന് കഴിയുമ്പോൾ അടുത്ത പദ്ധതി വേണം, അത് കഴിയുമ്പോൾ അടുത്ത പദ്ധതി വേണം. ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ പദ്ധതി വേണം, ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ പിരിവും വേണം. അങ്ങനെ തന്നെ നിലനിൽക്കുക. അതുകൊണ്ട് ഒരു മടിയും വിചാരിക്കണ്ട, കമ്മിറ്റിക്കാരും വിചാരിക്കണ്ട, കൊടുക്കുന്നവരും വിചാരിക്കണ്ട, നാട്ടുകാരും വിചാരിക്കണ്ട. ലോകത്ത് ദീൻ പ്രചരിച്ചുള്ള എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അത് വേണം. സാന്ദർഭികമായി പറഞ്ഞു എന്നുള്ളൂ. എല്ലാവരും ഒരുങ്ങിയിരിക്കുക, എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരും. ആ കാര്യം തീർച്ചയാണ്. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങുകയാണ്. ഒരു കഅബയെ അല്ലാഹു തആല പൊളിച്ചു. ആദം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അതിന്റെ മുമ്പ് മലക്കുകളാൽ ഉണ്ടാക്കിയ കഅബയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊളിച്ചു. എന്നാൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം നിർമ്മിച്ച കഅബ പൊളിക്കാൻ വേണ്ടി അബ്രഹത്ത് രാജാവും കൂട്ടരും വന്നപ്പോൾ പൊളിക്കാൻ അല്ലാഹു സമ്മതിച്ചില്ല. 2 കഅബയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് അറിയുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ ഉണ്ടാക്കിയിട്ട് ഒരു ദുആ നടത്തി. പടച്ചോനെ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ വബഅസ് ഫീഹിം റസൂലാ. അല്ലാഹുവേ, ഇവരുടെ സന്താന പരമ്പരയിൽ നിന്ന് നീ ഒരു നബിയെ യാത്രയാക്കണം. അതിനാണ് ഞാൻ കഅബ ഉണ്ടാക്കുന്നത്. ആരെ സന്താന പരമ്പര? ഇസ്മാഈലിന്റെ സന്താന പരമ്പര. ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽ ആകെ ഒരു നബി വന്നിട്ടുള്ളൂ, ഒറ്റ നബി.
ബാക്കിയുള്ള അമ്പിയാക്കൾ ഭൂരിഭാഗവും ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിലാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ 2 മക്കളാണ് സയ്യിദുനാ ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമും സയ്യിദുനാ ഇസ്മായിൽ അലൈഹി ഇസ്ലാമും. എല്ലാ അമ്പിയാക്കളും വന്നത് ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ പരമ്പരയിലാണ്. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ ഒരു നബിയെ വന്നിട്ടുള്ളൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? മുഹമ്മദ് നബിക്ക് വരാൻ വേണ്ടിയാണ് കഅബയുണ്ടാക്കുന്നത് എന്നർത്ഥം. ഒരു വിഷയത്തിന്റെ മുന്നിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെച്ചാൽ ആ വിഷയം ഇബാദത്താവും, അത് തകരൂല. എന്തിനാ കുടിരിക്കലിന് മങ്കൂസ് മൗലിദ് ഓതുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണത്. എന്തിനെ ബാബക്കി തങ്ങളെ ഹജ്ജിന് പോയപ്പോ മങ്കൂസ് മൗലിദ് ഓതിങ്ങാണ്ട് പോയത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാകുന്നു അത്. എന്തിനാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മങ്കൂസ് മൗലിദ് ഉണ്ടാക്കിയത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാകുന്നു അത്. ആ ചോദ്യത്തിന്റെ ഉത്തരങ്ങളാണത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഒരു വിഷയം കണക്ട് ചെയ്താൽ അത് തകർക്കപ്പെടില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നബിതങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുത്തണം. മുഴുവൻ കാര്യങ്ങളെയും ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധമുള്ളതായിരിക്കണം. നബിതങ്ങളായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുത്തിയിട്ട് ചെയ്യണം ഏത് കാര്യവും. ഒന്നുമില്ല, വെറുതെ നമ്മള് രാവിലെ കുളിച്ച് തുണിങ്കുപ്പായൊക്കെ മാറ്റിയിട്ട് അത്തർ പൂശുകയാണെന്ന് വിചാരിക്കുക. അത്തർ പൂശുകയാണ്. അത്തർ പൂശുമ്പോ നമ്മളിങ്ങനെ കൽബിൽ വിചാരിക്കണം, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഉഹുദ് മലയോളം സമ്പത്തുണ്ടായാൽ അത് മുഴുവനും ഞാൻ സുഗന്ധത്തിന് വേണ്ടി ഉപയോഗിക്കുമായിരുന്നു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പ് തന്നെ സുഗന്ധമാണ്. മുസ്തഫാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പിനെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട സൗദാ ബീവി റളിയല്ലാഹു അൻഹ ഉൾപ്പെടെയുള്ള സഹാബിയാത്തുകൾ, ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽപ്പെട്ട നബി തങ്ങളുടെ ഭാര്യമാരെ നബി തങ്ങളുടെ വിയർപ്പ് കണങ്ങൾ അത്തറായി ഉപയോഗിക്കുന്നതിന് വേണ്ടി സൂക്ഷിച്ചു വെക്കാറുണ്ടായിരുന്നു. കാരണം നബി തങ്ങളുടെ ശരീരത്തിന് വിയർപ്പിന് സുഗന്ധമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയ വഴി സുഗന്ധം കൊണ്ട് തിരിച്ചറിയാറുണ്ടായിരുന്നു എന്നാണ്. അങ്ങനത്തെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പൈസ ഉണ്ടായാല് അത്തർ വാങ്ങുകയും ചെയ്യുമായിരുന്നു, അത്തർ പൂശുകയും ചെയ്യുമായിരുന്നു. അപ്പൊ നമ്മൾ രാവിലെ കുളിച്ചിട്ട് തുണിങ്കുപ്പായൊക്കെ മാറ്റിയതിന് ശേഷം അത്തർ പൂശുമ്പോ മനസ്സിൽ വിചാരിക്കുക, പടച്ചോനെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്തർ വലിയ ഇഷ്ടാണ്, അതുകൊണ്ടാണ് ഞാൻ അത്തർ പൂശുന്നത്. അങ്ങനെ ഏത് കാര്യവും ചില കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ മൊത്തം കൊണ്ടെടുക്കാൻ കഴിയൂല. അപ്പൊ ഒരു പ്രാവശ്യം ചെയ്യാം, അല്ലെങ്കിൽ ഒരു തവണ അമൽ ചെയ്യാം. ഉദാഹരണമായിട്ട് ഇൽബസൂ മിൻ സിയാബികുമുൽ ബയാദ വകഫിനൂ ഫീഹാ മൗതാകും, നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുകയും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ അതിൽ കഫൻ ചെയ്യുകയും ചെയ്യുക. ഹദീസാണ്. നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുകയും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ അതിൽ കഫൻ ചെയ്യുകയും ചെയ്യുക. സ്ഥിരമായിട്ട് വെള്ള വസ്ത്രം ധരിക്കാൻ എല്ലാവർക്കും പറ്റിക്കോണമെന്നില്ല. സ്ഥിരമായി വെള്ള വസ്ത്രം ധരിക്കാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യാ? ഒരു വെള്ളക്കുപ്പായ എല്ലാവരും വാങ്ങാം. സ്ഥിരമായിട്ട് ചെയ്യാൻ കഴിയാത്ത കുറെ കാര്യം ഉണ്ടാവും. ഉദാഹരണമായിട്ട് ജോലിക്കാർക്കൊക്കെ വേറെ കളർ യൂണിഫോം ഉണ്ടാവും. അപ്പൊ അവർക്ക് വെള്ള ധരിക്കാൻ കഴിയില്ല. അപ്പൊ എന്ത് വേണം? ഒരു വെള്ളക്കുപ്പായം വാങ്ങുക, ഒരു വെള്ളക്കുപ്പായം ഉണ്ടാകുക. ഈ ഹദീസിനെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കൊണ്ടുവരിക എന്നതിന്റെ ഭാഗമായിട്ട്. അപ്പൊ ചില അമലുകൾ നമുക്ക് സ്ഥിരം ചെയ്യാൻ കഴിയില്ല, അങ്ങനെ ഉണ്ടാവും. എന്നാൽ ജീവിതത്തിൽ ഒരിക്കൽ അതുകൊണ്ട് അമൽ ചെയ്യുക.